പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ പ്രധാന അപ്ഡേഷനുകൾ സാമ്പത്തികമായും അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖലയിലും എന്തൊക്കെ അപ്ഡേഷനുകളാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. രാജ്യത്തെ നിരവധി ബാങ്കുകൾ അവരുടെ ATM ചാർജ് പുതുക്കിയിട്ടുണ്ട്. മിനിമം ബാലൻസിന്റെ കാര്യത്തിലും ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. സേവിംഗ് അക്കൗണ്ടിലും അതുപോലെ തന്നെ FDയിലും പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ മാസം 3 ദിവസം തുടർച്ചയായി ബാങ്കുകൾക്ക് അവധിയുണ്ട്. ആ ദിവസങ്ങൾ ഏതാണെന്ന് അറിയണമെന്നുണ്ടോ? നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മാസം മുതൽ കാറുകൾക്ക് വില വർധനയുണ്ട്. അതിന്റെ കാരണം എന്താണെന്നും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണൂ. അതുപോലെ തന്നെ ഇതുവരെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ATM ചാർജുകൾ എങ്ങനെയൊക്കെയാണ് മാറിയിട്ടുള്ളത് നോക്കാം. നമ്മൾ എല്ലാവരും പണമിടപാടുകൾ നടത്തുന്നവരാണ്. എസ്പെഷ്യലി നമ്മൾ എല്ലാവരും ATMൽ പോയി പൈസ പിൻവലിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം മുതൽ, അതായത് ഈ മാസം മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ നിരവധി ബാങ്കുകൾ അവരുടെ ATM ചാർജുകൾ പുതുക്കുന്നുണ്ട്. അതായത് ATMലൂടെ ഇനി പണം പിൻവലിക്കുന്നതിന് നമ്മൾ കൂടുതൽ ഫീസ് നൽകേണ്ടി വരും. നോർമലി നമ്മൾ ഇപ്പോൾ പണം പിൻവലിക്കുമ്പോൾ അധികം ഫീസ് നൽകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ രാജ്യത്തെ പല ബാങ്കുകളും ഇത്തരത്തിൽ സൗജന്യമായി പണം പിൻവലിക്കുന്ന ആ ഒരു പ്രോസസ് നിർത്തലാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേകമായും മറ്റ് ബാങ്കുകളുടെ ഇടപാടുകളാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ അതിനായി അഡീഷണൽ ഫീസ് നൽകേണ്ടി വരും. നിലവിൽ പല ബാങ്കുകളും മറ്റു ബാങ്കുകളുടെ ATMൽ നിന്ന് 3 തവണ മാത്രമേ പണം പിൻവലിക്കാൻ ഫ്രീ ആയി അവസരം നൽകുന്നുള്ളൂ. ഈ പരിധി കഴിയുമ്പോൾ ബാങ്കുകൾ 20 രൂപ മുതൽ 25 രൂപ വരെ ചാർജും ഒരു മിനിമം ചാർജും ഈടാക്കുന്നുണ്ട്. പക്ഷേ ഇനി മുതൽ ഇത്തരം ഒരു അവസരവും ഇല്ലാതാവുകയാണ്. ഓരോ ഇടപാടുകൾക്കും നമ്മൾ ഓരോ ചാർജ് നൽകേണ്ടി വരും. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് മിനിമം ബാലൻസ്. ഇത് എല്ലാവർക്കും വളരെ സങ്കടം വരുത്തുന്ന ഒരു കാരണമാണ്. കാരണം നോർമലായിട്ട് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബാങ്കിന്റെ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ചില ബാങ്കുകൾ 5000 രൂപയായിരിക്കും മിനിമം ബാലൻസ് ആയി സെറ്റ് ചെയ്തിട്ടുള്ളത്. ചില ബാങ്കുകൾ 1000 രൂപയായിരിക്കും മിനിമം ബാലൻസ് ആയി സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ആ ഒരു മിനിമം ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം മന്ത് എൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിലെ സാലറി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ നോർമലി ആ ഒരു മിനിമം ബാലൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇനി മുതൽ അതൊന്നും കഴിയില്ല. കാരണം മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ പിഴ ചുമത്തേണ്ടി വരുമെന്നാണ് ബാങ്കുകൾ പറയുന്നത്. ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നീ ബാങ്കുകളാണ് മിനിമം ബാലൻസ് പുതുക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ദയവായി മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിഴ നൽകേണ്ടി വരും. നമ്മൾ കൂടുതൽ പൈസ ബാങ്കിന് നൽകേണ്ടി വരും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. 5000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയായിരിക്കും ബാങ്കുകൾ പിന്തുടരുക. ഇത്തരത്തിലൊരു പ്രോസസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ചെക്ക് മാറുന്നതിന് നമ്മൾ കസ്റ്റമേഴ്സ് നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. ചെക്ക് നമ്പർ, തീയതി, പണം, സ്വീകരിക്കുന്നയാളുടെ പേര്, തുക തുടങ്ങിയ വിവരങ്ങൾ നൽകിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ചെക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് സേവിംഗ് അക്കൗണ്ടിലെയും FDയിലെയും പലിശ. സേവിംഗ് അക്കൗണ്ടിലെയും FDയിലെയും പലിശയ്ക്ക് വന്ന ആ ഒരു പലിശ രീതിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്കുകൾ ഇപ്പോൾ സേവിംഗ് അക്കൗണ്ടിന്റെയും അതുപോലെ തന്നെ FDയുടെയും പലിശ നിരക്ക് ഉയർത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ തുക എത്രയാണോ അതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ പലിശ നിരക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എമൗണ്ട് നിങ്ങൾ FD ആയോ അല്ലെങ്കിൽ സേവിംഗ് അക്കൗണ്ടിലോ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയ തുക പലിശയായി ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പുതുതായി ടാക്സ് റെജീമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എത്ര സാലറി ഉള്ളവർ എത്ര ശതമാനം ടാക്സ് ആണ് പേ ചെയ്യേണ്ടതെന്ന് നമുക്കിനി നോക്കാം. 0 മുതൽ 4% വരെ സാലറി ഉള്ളവർക്ക്, ഇൻകം ഉള്ളവർക്ക് ഈ ഒരു ടാക്സ് റെജീം അതായത് ടാക്സ് ഒന്നും നൽകേണ്ട കാര്യമില്ല. 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ സാലറി ഉള്ളവർ 5% ടാക്സും, 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ സാലറി ഉള്ളവർ 10% ടാക്സും, 12 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെ സാലറി ഉള്ളവർ 15% ടാക്സും, 16 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ സാലറി ഉള്ളവർ 20% ടാക്സും, 20 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരെ സാലറി ഉള്ളവർ 25% ടാക്സും, 24 ലക്ഷത്തിന് മുകളിലുള്ളവർ 30% മുകളിൽ ടാക്സ് നൽകേണ്ടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഈ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായി 3 ദിവസം ബാങ്കുകൾക്ക് അവധിയുണ്ട്. ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ബാങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ അവിടെ പോകുമ്പോൾ ബാങ്ക് ക്ലോസ് ആയിരിക്കും. നിങ്ങളുടെ ഒരു ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഏതൊക്കെ ദിവസമാണ് ഈ ഒരു 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 3 ദിവസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മാസം ബാങ്കുകളിൽ 9 അവധികളുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ബാങ്കുകളിൽ പോകുന്നവർ ഇത് എന്തായാലും ശ്രദ്ധിക്കണം. ഏപ്രിൽ 1 കേരളത്തിൽ ബാങ്ക് അവധിയാണ്. ഏപ്രിൽ 14 വിഷുവിന്റെ പൊതു അവധിയാണ്. ഏപ്രിൽ 18 ദുഃഖവെള്ളിയുടെ അവധിയുണ്ട്.
3 പൊതു അവധികളും 2ഉം 4ഉം ശനിയാഴ്ചകളിലും ഞായർ ദിവസങ്ങളിലും സാധാരണയുള്ള അവധികളും ഉൾപ്പെടെ ഈ മാസത്തിൽ സംസ്ഥാനത്തെ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ 9 ദിവസം പ്രവർത്തിക്കില്ല എന്നാണ് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള രേഖകളിൽ നിന്നും വെളിവാകുന്നത്. കാർ പ്രേമികൾക്ക് ഒരു സങ്കട വാർത്തയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഈ മാസം മുതൽ കാർ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർ വാങ്ങുന്നതിന് കൂടുതൽ തുക നൽകേണ്ടി വരും. കാർ കമ്പനികൾ അവരുടെ കാറിന്റെ പ്രൈസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? ഇത്തരത്തിൽ കാറിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏപ്രിൽ 1 മുതൽ മാരുതി സുസുക്കിയുടെ എല്ലാ കാറുകൾക്കും 4% വില വർധന വന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾക്ക് 2% വില വർധനവ് വന്നിട്ടുണ്ട്. ഈ കമ്പനികൾ മാത്രമല്ല മറ്റ് കാർ കമ്പനികളും വില വർധനവ് ഉയർത്താനാണ് സാഹചര്യമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഈ കാറിന്റെ വില ഇത്തരത്തിൽ വർദ്ധിക്കാനുള്ള കാരണമായി കാർ കമ്പനികൾ പറയുന്നത് ഉൽപാദന ചിലവും അതുപോലെ തന്നെ പ്രവർത്തന ചിലവും വളരെയേറെ വലുതായതുകൊണ്ടാണ്, വലിയ രീതിയിലുള്ള ചിലവ് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കാറുകളുടെ പ്രൈസിനും വില വർധനവ് വരുത്തുന്നത്. ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട ചേഞ്ചസുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ATM ചാർജിങ്ങിൽ എത്രയാണ് മാറ്റം വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു. കാറുകളുടെ വില വർധനവ് എത്രത്തോളം ഉയരുന്നുണ്ട്, അത് ഉയരാനുള്ള കാരണം എന്തായിരുന്നു, അതുപോലെ തന്നെ ഈ മാസത്തിൽ 3 ദിവസം തുടർച്ചയായി ബാങ്കുകൾ അടച്ചിടുന്നു, അത് ഏതൊക്കെ ദിവസമാണ്, അത് അടച്ചിടാനുള്ള കാരണം എന്താണ്, എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ മാസം ആരംഭിക്കുന്ന ഈ സമയം തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫിനാൻസ് റിലേറ്റഡ്, ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ പണവും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിംഗ് റിലേറ്റഡ് ആയി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ ടോപ്പിക്സിലും വീഡിയോസ് ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.